2024-25 ബജറ്റിലെ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്ന മേഖല ഏതാണ്? വിദ്യാഭ്യാസം, ഗതാഗതം, ഗ്രാമീണ വികസനം, ആരോഗ്യം, പ്രതിരോധം. ഏതാണ് ഫ്രണ്ട്സ്? അപ്പൊ നമുക്ക് ചിലപ്പോൾ ചോദിക്കും 50,000 ആണോ 15 ആയിരുന്നോ? കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങളോട് പഠിക്കാനായി ആവശ്യപ്പെടുന്നത്. 2023-24 പുതുക്കിയ എസ്റ്റിമേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് 16.9% വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ എക്സ്പെൻഡിച്ചർ നടത്തുന്നത് ഏകദേശം 17.7% 2023-24 കണക്കെടുത്ത് നോക്കുമ്പോൾ 24-25 17.7% അത്. ഹായ് ഹലോ, വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ ആം കാവ്യ. ഏതൊരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റിന്റെ ഏരിയയിൽ നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. 2024-25 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റിലെ ആകെ കണക്കാക്കിയ ചെലവ് എത്രയാണ്? 4,49,048,6 crore, 4,7,6,5,7,6,8 കോടി, 1,1,1,1,1,1 കോടി, 1,4,9,6,6,9,3 crore, 2,9,7,3,2,8 crore. ഈ നമ്പറുകൾ ഇങ്ങനെ തന്നെ കൗണ്ട് ചെയ്ത് വായിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്പേഴ്സ് കൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടുത്തെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 47.65 lakh crore ആണ് ഇവിടത്തെ ശരിയായിട്ടുള്ള ഉത്തരം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബഡ്ജറ്റിലെ ആകെ കണക്കാക്കിയ ചെലവ് എത്രയാണ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 4,7,6,5,7,6,8 കോടിയാണ് അല്ലെ വരുന്നത്. അടുത്ത ചോദ്യം, 2024-25 ബഡ്ജറ്റിലെ മൊത്തം മൂലധന ചെലവ് എത്രയാണ്? 9,50,246 കോടി, 2,97,328 കോടി, 1,49,6,6,93 കോടി, 1,1,1,1,1,1 കോടി, 4,4,9,0,486 കോടി. നമ്മൾ മറ്റ് ഫ്ലോസിൽ ഈ ലാക്കൊക്കെ വെച്ച് വായിച്ചാൽ മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതയുണ്ട്. വളരെ സ്പഷ്ടമാകാൻ വേണ്ടിയാണ് ഈ നമ്പറുകൾ എടുത്ത് തന്നെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? പഠിക്കുമ്പോൾ പഠിച്ചു പോവുക. കാരണം എക്സാംസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അയ്യോ ഇതായിരുന്നു ഇനി ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 9,50,246 അല്ലെ? അപ്പൊ നമുക്ക് ചിലപ്പോൾ ചോദിക്കും 50,000 ആണോ 15 ആയിരുന്നോ? കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങളോട് പഠിക്കാനായി ആവശ്യപ്പെടുന്നത്. അപ്പൊ എത്രയാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ബഡ്ജറ്റിലെ മൊത്തം ചിലവ് നമ്മൾ പഠിച്ചു അല്ലെ? അതായത് 47.65 ലക്ഷം കോടിയാണ് വരുന്നത്. മൂലധന ചെലവിൽ ഗണ്യമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് 11.11 ലക്ഷം കോടിയായിട്ടാണ് വന്നിട്ടുള്ളത്. 2023-24 പുതുക്കിയ എസ്റ്റിമേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് 16.9% വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ സർക്കാരിന്റെ മെയിൻ ആയിട്ടുള്ള അജണ്ട എന്താണ്? വെൽഫെയർ, ക്ഷേമം തന്നെയാണ് അല്ലെ? നമ്മുടെ രാജ്യത്തിലുള്ള ഓരോരുത്തരുടെയും ക്ഷേമം കണക്കാക്കുക. അതുപോലെ തന്നെ ക്ഷേമത്തിനായി എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യാനായി സാധിക്കുമോ ആ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുക, ഒത്തുചേരുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം അല്ലെ? യെസ്. അടുത്ത ചോദ്യം, 2024-25 ബഡ്ജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയ ആകെ വിഭവങ്ങൾ, വിഭജനം, ഗ്രാന്റുകൾ, വായ്പകൾ മുതലായവ എത്രമാത്രം? 2,2,2,2,2,6,4 കോടി, 4,1,3,8,4,8 crore, 2,97,3,2,8 crore, 4,49,0,4,8,6 കോടി, അതുപോലെ 1,1,1,1,1,1 crore. നമ്പറുകൾ എടുത്ത് തന്നെ വായിച്ച് പഠിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. അതായത് 2004-2005 സ്റ്റേറ്റിലേക്ക് ഡെവല്യൂഷൻ, ഗ്രാന്റ്, ലോൺ,
സെൻട്രൽ സ്പോൺസേർഡ് സ്കീം ഇതിനെല്ലാം അലോട്ട് ചെയ്ത ഫണ്ട് എന്ന് പറയുന്നത് 22.22 lakh crore ആണ്. ഇത് ശരിക്കും നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള അതായത് നമ്മുടെ 2022-23 കണക്കെടുത്ത് നോക്കുമ്പോൾ ഇത്രയുമാണ്, അതായത് 413,848 crore ആണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, വർധനവ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞു ഗവൺമെന്റിന്റെ ബേസിക് ആയിട്ടുള്ള അജണ്ട പറയുന്നത് ക്ഷേമമാണ്, എല്ലാവരുടെയും പുരോഗമനമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2023-24 പുതിയ എസ്റ്റിമേറ്റുകളെ അപേക്ഷിച്ച് 2024-25 ബഡ്ജറ്റിലെ ഫലപ്രദമായ മൂലധന ചെലവിൽ എത്ര ശതമാനം വർധനവുണ്ട്? ഒന്നുകൂടെ പറയാം. 2023-24 പുതുക്കിയ എസ്റ്റിമേറ്റുകളെ അപേക്ഷിച്ച് 2024-25 ബഡ്ജറ്റിലെ ഫലപ്രദമായ മൂലധന ചെലവിൽ എത്ര ശതമാനം വർധനയുണ്ട്? 15.2%, 17.7%, 20.5%, 14.3%, 18.9%. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 17.7%. നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 1496,693 crore ആണ്. അവിടെ ജനറലി പറയുന്നത് മൂലധന വർധനവിനായി നമ്മൾ എക്സ്പെൻഡിച്ചർ നടത്തുന്നത് ഏകദേശം 17.7%. 2023-24 കണക്കെടുത്ത് നോക്കുമ്പോൾ 24-25 17.7% അത് വർദ്ധിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2024-25 ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന വിഭാഗം ഏതാണ്? പെൻഷൻ, പലിശ, പ്രതിരോധം, മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള സഹായധനം, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. 2024-25 ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന വിഭാഗം ഏതാണ്? പെൻഷൻ, പലിശ, പ്രതിരോധം, മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള സഹായധനം, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പലിശയാണ് വരുന്നത്. ഇവിടെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം 1190,440 crore ആണ്. അതിനുവേണ്ടി നമ്പർ ഇങ്ങനെ തന്നെ എടുത്തു വെച്ച് വായിക്കുക. ഇത്രയുമാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ചിലവാക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പേയ്മെന്റിന് തന്നെയാണ് എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2024-25 സാമ്പത്തിക വർഷത്തിൽ നോമിനൽ GDP-യുടെ ശതമാനമായി കണക്കാക്കിയ ധനകമ്മി എത്രയാണ്? 5.1%, 2%, 3%, 1.5%, 6.4%. 2024-25 സാമ്പത്തിക വർഷത്തിൽ നോമിനൽ GDP-യുടെ ശതമാനമായി കണക്കാക്കിയ ധനകമ്മി എത്രയാണ്? 5.1%, 2%, 3%, 1.5%, 6.4%. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 5.1% വരുന്നത്. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 1685,494 ആണ് വരുന്നത്, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2024-25 ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്ന മേഖല ഏതാണ്? വിദ്യാഭ്യാസം, ഗതാഗതം, ഗ്രാമീണ വികസനം, ആരോഗ്യം, പ്രതിരോധം. 2024-25 ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്ന മേഖല ഏതാണ്? വിദ്യാഭ്യാസം, ഗതാഗതം, ഗ്രാമീണ വികസനം, ആരോഗ്യം, പ്രതിരോധം. ഏതാണ് ഫ്രണ്ട്സ്? ഓപ്ഷൻ ഇ ആണ് അല്ലെ, അതായത് ഡിഫൻസ് ആണ്. ഡിഫൻസിന് എത്രയാണ് അലോക്കേഷൻ കിട്ടുന്നത്? ₹6.1 lakh crore ആണ്. 6.1 lakh കോടിയാണ് എന്തിന് കിട്ടുന്നത്? ഡിഫൻസ് മിനിസ്ട്രിക്ക് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ എക്സ്പെൻസസ് വരുന്ന ഏതിനാണ്? ഇൻട്രസ്റ്റിന്. ലാസ്റ്റ് ചോദ്യം നോക്കാം. 2024-25 സാമ്പത്തിക വർഷത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എത്രമാത്രം? ₹60,000, ₹80,000, ₹86,000, ₹90,000, ₹95,000. ₹60,000, ₹80,000, ₹86,000, ₹90,000, ₹95,000. എത്രയാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ₹86,000. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റുമായി റിലേറ്റ് ചെയ്യുന്ന വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2024-25 റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയാണ്. എല്ലാവർക്കും വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.